ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ശ്രീകൃഷ്ണജയന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ വീട് വൈകിട്ടാണ് ഞാൻ. അപ്പം നമ്മൾ ശ്രീകൃഷ്ണജയന്തിക്ക് പോവാണ്. ശ്രീകൃഷ്ണജയന്തിയുടെ പരിപാടിയും കാര്യങ്ങളും നമ്മുടെ അമ്പലത്തിലുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിൽ പോകാം. നമുക്ക് നേരെ അമ്പലത്തിൽ നിന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ ബൈക്ക് എടുത്ത് നേരെ നമ്മുടെ കൂട്ടുകാരനെ പിക്ക് ചെയ്യാൻ നമ്മൾ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവനവൻ്റെ വീട്ടിൽ ചെന്ന് അവനെയും പിക്ക് ചെയ്ത് നമ്മൾ നേരെ പിന്നെ അമ്പലത്തിലേക്കാണ് പോയത്. നേരെ നമ്മൾ അമ്പലത്തിൽ ചെന്നപ്പോൾ തന്നെ ഒരു കുട്ടി കൃഷ്ണൻ അവിടെ കിടന്ന് ഓടിക്കളിക്കുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ചെന്നപ്പം. അത് നമ്മൾ കുഞ്ഞ് രാധയൊക്കെ ഉണ്ട്, നമ്മുടെ ഒരു മാമൻ്റെ മോളാണ്. അപ്പോൾ അവിടെ അടുത്ത് തന്നു. അത് കഴിഞ്ഞ് എല്ലാവർക്കും ഓരോ ചുമതലയും കാര്യങ്ങളും അവിടെ വെച്ച് കൊടുക്കുമായിരുന്നു. എന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ബാക്കിലേക്ക് പോയി എല്ലാവരും കൂടെ. അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിൽ വന്നു. അപ്പോഴാണ് എൻ്റെ കൃഷ്ണന്മാരോടെ കിടന്ന് അതിന് ചുറ്റും ഓടെയൊക്കെ ചെയ്യുന്നത് കണ്ടത്. അങ്ങനെ ഘോഷയാത്രയും കാര്യങ്ങളും എല്ലാം തുടങ്ങാറായിട്ടുണ്ട്. അങ്ങനെ പരിപാടിയും കാര്യങ്ങളും തുടങ്ങി. അമ്പലത്തിനൊരു ഫലം വെച്ചിട്ട് ഇനി പുറത്തേക്ക് ഇറങ്ങത്തുള്ളൂ. അങ്ങനെ കുഞ്ഞു കൃഷ്ണന്മാരെയും കൊണ്ട് ഉറി അടിപ്പിക്കാൻ നമ്മളവിടെ നോക്കുകയൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണന്മാരുടെ എണ്ണം കൂടി ഉറി അടിക്കാനായിട്ട്. അത് കഴിഞ്ഞ് അവിടെ ഒരു ചെറിയ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുട്ടികളുടെ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും. അങ്ങനെ നമ്മൾ ഘോഷയാത്ര തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഏറ്റവും ബാക്കി പാട്ടും കാര്യങ്ങളെല്ലാം പാടി അവരുടെ പുറകെ നടന്നു. അങ്ങനെ തിരിച്ച് അമ്പലത്തേക്ക് പോകാൻ നേരം നമ്മൾ പായസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പായസം കുടിച്ചിട്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്കാണ് പോകണേ. നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാവരും കൂടെ ഇവിടെ അവലും കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യുവാണ്. അങ്ങനെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ചേട്ടന്മാരോടൊക്കെ സംസാരിച്ചു നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിൽ ഫ്രണ്ട്സ് ബൈ.